വലിയ രാഷ്ട്രീയ ശക്തിയായി മാറാൻ പിന്നാക്ക വിഭാഗങ്ങളോട് ആഹ്വാനം ചെയ്ത റാപ്പർ വേടൻ. സനാതന ധർമ്മവാദികൾ നമ്മളെ വിഭജിക്കാൻ ശ്രമിക്കുന്നു. ഒത്തൊരുമയില്ലായ്മയാണ് പ്രശ്നം. പുതിയ തലമുറ ഇത് തിരിച്ചറിയണമെന്നും വേടൻ അയ്യങ്കാളി അനുസ്മരണ വേദിയിൽ പറഞ്ഞു. ആ വാക്കുകളിലേക്ക്. നമ്മളുടെ സാഹോദര്യമില്ലായ്മ ഇവിടെയുള്ള സനാതന ധർമ്മവാദികൾ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് നമ്മളെ ഡിവൈഡ് ചെയ്യാൻ. അത് ഇപ്പോഴത്തെ നമ്മുടെ എല്ലാ യുവതലമുറയ്ക്കും മനസ്സിലാക്കണം. നമ്മളെപ്പോഴും യുണൈറ്റഡ് ആയിരിക്കണം. ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി മാറാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിവരങ്ങളുമായി അർജുൻ രാജുണ്ട്. അർജുൻ, വലിയ രാഷ്ട്രീയ ശക്തിയായി മാറാൻ പിന്നാക്ക വിഭാഗങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് റാപ്പർ വേടൻ. വേടന്റെ വാക്കുകളെ ഹൃദയത്തിലേറ്റുന്ന യുവജനങ്ങളോടാണ്, പിന്നാക്ക വിഭാഗങ്ങളോടാണ് ഇക്കാര്യങ്ങൾ വേടൻ പറഞ്ഞു വെക്കുന്നത്. എത്തരത്തിലായിരുന്നു ആ വാക്കുകൾ? മറ്റു വിവരങ്ങൾ കൂടി. സംഗീത, അയ്യങ്കാളി സ്മൃതി ദിനത്തിൽ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച നവോത്ഥാന മുന്നേറ്റത്തെ അത് സ്വീകരിക്കണം, അത് കുറെ കൂടി ഉച്ചത്തിൽ പറയണമെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് വേടന്റെ ഇന്നത്തെ സംസാരം ഉണ്ടായിട്ടുള്ളത്. വെങ്ങാനൂരിൽ അയ്യങ്കാളി ജനിച്ച നാട്ടിലാണ്. വെങ്ങാനൂരിൽ വേടന് വേണ്ടി ഒരു സ്വീകരണ പരിപാടി സാധുജന പരിപാലന സംഘം സംഘടിപ്പിച്ചത്. വലിയ ആളുകളുടെ പിന്തുണ, പ്രത്യേകിച്ച് യുവാക്കളുടെ ഒരു വലിയ സ്വീകാര്യതയാണ് വേടൻ ഏറ്റുവാങ്ങിയത്. വില്ലുവണ്ടി പുരസ്കാരം ആദ്യമായി സാധുജന പരിപാലന സംഘം സംഘടിപ്പിക്കുന്ന വില്ലുവണ്ടി പുരസ്കാരം വേടന് നൽകിക്കൊണ്ടായിരുന്നു ഈ പരിപാടി. ആയിരക്കണക്കിന് യുവാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ആ പരിപാടിയിൽ വെച്ചാണ് രാഷ്ട്രീയമായി സാമൂഹ്യപരമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ മുന്നോട്ടേക്ക് വരണം, ഇല്ലെങ്കിൽ അത് സനാതന ധർമ്മവാദികൾ അവസരമായി ഉപയോഗിക്കുമെന്ന മുന്നറിയിപ്പ് വേടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഏറ്റവും വലിയ പ്രശ്നം സാമൂഹ്യമായി പുരോഗതിയില്ലാതെ പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം അവർ ഒത്തൊരുമയോടെയല്ല പ്രവർത്തിക്കുന്നത്. പല 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 വിഭാഗങ്ങളായി വിഭജിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സാഹോദര്യമില്ലായ്മയാണ് സനാതന ധർമ്മവാദികൾ ഉപയോഗപ്പെടുത്തുന്നത്. അത് നമ്മളെപ്പോലുള്ളവരെ വിഭജിക്കാൻ ഇവർ ഉപയോഗിക്കുകയാണെന്ന കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പാണ് വേടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വലിയൊരു രാഷ്ട്രീയ ശക്തിയായി മാറണമെന്ന സന്ദേശമാണ് ഈ അയ്യങ്കാളി തിരുവനന്തപുരത്തുനിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.